കോൺഗ്രസ് നേതാവ് എം ഹസൻ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഈ ഫണ്ട് ഫ്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കൂപ്പൺ അടിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് ശ്രമിക്കുന്നത്. അതൊരു ക്യാമ്പയിനായിട്ട് തന്നെ കൊണ്ടുനടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കൂപ്പണിലാണ് നേരത്തെ പ്ലാൻ ചെയ്യേണ്ടത്, അതിന് സമയമില്ല. ഫണ്ട് ഫ്രീസ് ചെയ്തത് കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനി വളരെ കുറച്ച് സമയം അവശേഷിക്കുന്നു. ഇലക്ഷൻ കമ്മിറ്റികളുടെ പേരിൽ രസീതടിച്ച് സാധാരണ ജനങ്ങളെ സമീപിക്കുക. അവർ കിട്ടുന്ന സഹായം കൈയയച്ച് ജനങ്ങൾ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ പിരിച്ചെടുക്കുന്ന പണം അതാത് പഞ്ചായത്തിലോ നിയോജക മണ്ഡലത്തിലോ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വിനിയോഗിക്കുക. ഈ പൗരത്വ നിയമ വിഷയത്തിൽ ഇടത് വലത് മുന്നണികളൊക്കെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് മറുഭാഗത്ത് ഹിന്ദു വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് BJPക്ക് അല്ലേ ഗുണം ചെയ്യുക? അതല്ല ഒരിക്കലും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മനസ്സ് മതേതര മനസ്സാണ്. BJPക്ക് ഇതുവരെ എവിടെ ഒരു സീറ്റ് കിട്ടാത്ത എന്താ കാര്യം? രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ കൂടിയതുകൊണ്ടല്ല, രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹവും ന്യൂനപക്ഷ സമൂഹവും മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കും. അതിനുദാഹരണമാണ് ശബരിമല പ്രശ്നം. ശബരിമല വന്നപ്പോൾ ഞങ്ങളല്ലേ മുൻപന്തിയിൽ സമരത്തിൽ നിന്നത്. BJP മാത്രമല്ലല്ലോ, ഈ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിനും കൂടി എതിരായിട്ടല്ലേ. അപ്പോൾ ഇത് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, മൗലികാവകാശത്തെ ബാധിക്കുന്നതാണ്. ഭരണഘടന നൽകുന്ന മൗലികാവകാശം മതവും ജാതിയും ഒന്നും നോക്കാതെ പൗരത്വം കൊടുക്കണം. അപ്പോൾ അതൊരിക്കലും ഞങ്ങളുടെ പ്രചരണത്തിൽ ഇവിടെ കേരളത്തിൽ ഒരിക്കലും അത് BJPക്ക് പ്രയോജനകരമാവില്ല. രണ്ട് മുന്നണികളും ഒരുപോലെ പ്രചാരണം നടന്നു. പക്ഷേ രണ്ട് മുന്നണികളും ഏറ്റുമുട്ടുന്നൊരു സാഹചര്യമാണ്. അത് BJPക്ക് ഗുണം ചെയ്യില്ലെന്നാണ് ചോദ്യം. ഞങ്ങൾ ഇക്കാര്യത്തിൽ ദേശീയ തലത്തിൽ നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ CPMന് ദേശീയ തലത്തിൽ വലിയ റോളില്ല. അവർക്ക് ആകെ ഒരു ഗവൺമെൻറ് ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റെങ്കിലും കിട്ടണമെങ്കിൽ അവർക്ക് വോട്ട് ബാങ്കുകളിൽ കണ്ണുവച്ചുള്ള പ്രചരണം നടത്തണം. മുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണ് നട്ടുകൊണ്ടാണ്. അതാണ് ഈ തരത്തിലുള്ള പ്രചരണം. അതുകൊണ്ടൊന്നും അവർക്കൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. സുപ്രീം കോടതിയിൽ പോയപ്പോൾ പോലും രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രണ്ട് വിഭാഗങ്ങളും ഇപ്പോൾ ഹർജി നേടിയിരിക്കുന്നത്. അവിടെയാണ് ചോദ്യം. ഗവൺമെൻറ് പോയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കേസ് ഇതിൽ നിലനിൽക്കില്ല. പോകേണ്ടത് പൗരത്വ നിയമത്തിനെതിരായിട്ടാണ്. ഞങ്ങൾ പോയിട്ടുള്ളത് പൗരത്വ നിയമം പിൻവലിക്കണം, അത് ഭരണഘടനാ ലംഘനമാണെന്നുള്ളത്. ഞങ്ങളുടെ കേസേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ 9-ാം തീയതി കേസ് വരുമ്പോൾ അറിയാമല്ലോ. ഏതായാലും പൗരത്വ നിയമ വിഷയം വലിയ ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ജനങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ട് ഫണ്ട് സമാഹരിക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.